എല്ലാം ശുഭം. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശശി തരൂരിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനും വിധമുള്ള നിലപാടുകൾ സ്വീകരിച്ച തരൂർ ഒടുവിൽ പാർട്ടിക്ക് വിധേയനാവുകയാണോ? തരൂർ വച്ച നിർദ്ദേശങ്ങൾ നേതൃത്വം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തരൂരും അംഗീകരിച്ചതോടെയാണ് മഞ്ഞുരുക്കമെന്ന് ആണ് വാർത്തകൾ വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി കോൺഗ്രസ് കൊച്ചിയിൽ സംഘടിപ്പിച്ച മഹാപഞ്ചായത്തിൽ അവഗണന നേരിട്ടു എന്നതായിരുന്നു തരൂരിന്റെ ഒടുവിലത്തെ പരാതി. രാഹുൽ പങ്കെടുത്ത പരിപാടിയിൽ വേദിയിലുണ്ടായിരുന്നിട്ടും തരൂരിന്റെ പേര് പോലും പരാമർശിച്ചില്ല എന്നുള്ളത് വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്തായാലും ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്നും കേരളത്തിൽ പ്രചാരണത്തിന് ഉൾപ്പെടെ ഇറങ്ങുമെന്നുമാണ് തരൂർ പറഞ്ഞിരിക്കുന്നത്. തരൂരിനും കോൺഗ്രസിനും ഇടയിൽ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയോ? ആദ്യം കാണാം RDX. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ പാർലമെന്റിലെ ഓഫീസിലായിരുന്നു 2 മണിക്കൂർ നീളുന്ന കൂടിക്കാഴ്ച. രാവിലെ 11 മണിക്ക് ലോക്സഭയിലെത്തിയ തരൂർ കോഴിക്കോട് MP MK രാഘവനുമായി സംസാരിച്ചതിന് ശേഷമാണ് ഖർഗെയുടെ ഓഫീസിലേക്ക് പോയത്. ഇവിടെ രാഹുൽ ഗാന്ധിയും ഉണ്ടായിരുന്നു. തരൂർ 2 ആവശ്യങ്ങളാണ് പ്രധാനമായും നേതൃത്വത്തിന് മുന്നിൽ വെച്ചതെന്നാണ് വിവരം. തന്നെ വിശ്വാസത്തിലെടുക്കുക, ലോക്സഭയിൽ കൂടുതൽ അവസരം നൽകുക എന്നിവയായിരുന്നു തരൂരിന്റെ ആവശ്യങ്ങൾ. ഈ 2 ആവശ്യങ്ങളും അംഗീകരിച്ച രാഹുൽ ഗാന്ധിയും ചില ആവശ്യങ്ങൾ തരൂരിന് മുന്നിൽ വെച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നയിക്കാനുണ്ടാകുക, KPCCയുടെ യോഗങ്ങളിൽ പങ്കെടുത്ത് സംസ്ഥാന നേതൃത്വവുമായി സഹകരിച്ച് മുന്നോട്ടു പോവുക എന്നിവയായിരുന്നു അത്. ഇതിനെ സംബന്ധിച്ച തരൂർ KPCC പൂർണ്ണമായും തന്നെ അവഗണിച്ചെന്ന പരിഭവം രാഹുലിനെ അറിയിച്ചു. ഇനി അത് ആവർത്തിക്കില്ലെന്ന് ഉറപ്പ് രാഹുലും നൽകി. KPCCക്ക് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകാൻ KC വേണുഗോപാലിനോട് രാഹുൽ നിർദ്ദേശിക്കുകയും ചെയ്തു. ഖർഗെയും രാഹുൽ ഗാന്ധിയുമായി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തുറന്നു സംസാരിച്ചുവെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തരൂരിന്റെ പ്രതികരണം. കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ തരൂർ പങ്കുവയ്ക്കുകയും ചെയ്തു. RDX റാപ്പ് ന്യൂസ് മലയാളം. രാഹുൽ ഗാന്ധിയുമായി നടന്നത് ക്രിയാത്മക ചർച്ചയായിരുന്നു എന്ന് ശശി തരൂർ പറഞ്ഞു. നേതൃത്വമായുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു. താനും പാർട്ടിയും ഒരേ ദിശയിലാണെന്നും തരൂർ പറഞ്ഞു. We had a discussion with my 2 party leaders, the LOP and the Congress president, and we had a very good, constructive, positive discussion. All is good and we are moving together on the same page. I'm frankly not interested in being a candidate for anything at the moment. I'm already an MP. I have the trust of my voters from Thiruvananthapuram. I have to look after their interests in Parliament. That's my job. ഇനി അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഇനിയിപ്പോൾ ഡേറ്റാ ഷീറ്റിലേക്കൊന്നും പോകേണ്ടതില്ല. എന്താണ് കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഏകദേശം ധാരണയുണ്ടല്ലോ. അതായത് ഈ 2022 ഒക്ടോബറിലാണ് ഈ കോൺഗ്രസ് പ്രസിഡന്റ് AICC പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയും ശശി തരൂരും തമ്മിലായിരുന്നു ആ മത്സരം. ആ മത്സരത്തിൽ നന്നായി പെർഫോം ചെയ്തു ശശി തരൂർ. യഥാർത്ഥത്തിൽ 1072 വോട്ടുകൾ എങ്ങാണ്ടാണ് അദ്ദേഹം നേടിയത്. അതായത് 7000 ചില്ലാൻ വോട്ടാണ് അപ്പുറത്ത് ഖാർഗെ നേടുന്നത്. ഇപ്പുറത്ത് 1072 വോട്ടുകൾ നേടുക എന്ന് പറയുമ്പോൾ ഇന്ത്യ മുഴുവനുള്ള കോൺഗ്രസില്ല. അത്രയും സ്വാധീനശേഷിയുള്ള ആളാണ് ശശി തരൂർ എന്ന് തന്നെയാണല്ലോ തെളിയിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നേതൃത്വത്തെ എതിർത്ത് അവിടെ മത്സരിച്ചു എന്നുള്ളത് എന്തോ മഹാപാതകമായി കണ്ട് ഒഴിവാക്കുന്ന സ്ഥിതി ഉണ്ടായി എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ന്യായമായി അദ്ദേഹത്തിന് വിശ്വസിക്കാവുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇപ്പം മഹാപഞ്ചായത്തിൽ ഒഴിവാക്കി എന്നുള്ളതല്ല, അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നു. പയ്യെ അദ്ദേഹം ഒരു റിബല് കളിച്ചു. അത് ഏറ്റവും ഒടുവിൽ BJPയിലേക്കോ പിന്നെ CPIMന്റെ ഒപ്പം ഇടതു മുന്നണിയിലേക്ക് ഒരു പാർട്ടി രൂപീകരിച്ചു പോകുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ വരുമ്പോഴാണ് ഇന്നിപ്പോൾ ഈ കൂടിക്കാഴ്ച സംഭവിച്ചിരിക്കുന്നത്. എന്താ തോന്നുന്നു? ഈ ശശി തരൂര് പാർട്ടിക്കെതിരെ സംസാരിക്കാനും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുന്നു, BJP ചേരാൻ പോകുന്നു, CPM ചേരാൻ പോകുന്നു എന്ന വാർത്തകളൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളൊക്കെയായി. ഈ ശശി തരൂര് ഈ പറഞ്ഞ പോലെ തന്നെ ശശി തരൂർ എന്നല്ല, കോൺഗ്രസ്സിലെ പൊതുവെ ഉള്ള ഈ നേതാക്കളുടെ എന്ന് വെച്ചാൽ ഇപ്പം നേതൃത്വമായിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒന്നുടക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ BJP പോകും, ഞാൻ ഉടനെ CPMൽ പോകും, ആ ഒരു നിലയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിക്കും. ഇപ്പം ഈ ലക്ഷ്യ 2025 അപ്പോൾ വയനാട്ടിൽ നടന്ന പരിപാടി കോൺഗ്രസിൻ്റെ. അപ്പം അതിൽ ശശി തരൂർ പങ്കെടുത്തതിന് ശേഷം ശശി തരൂർ മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞത്, ഞാൻ പാർട്ടിക്ക് വിധേയനാണ്, പാർട്ടി പ്രവർത്തകനാണ്, മരിക്കും വരെ കോൺഗ്രസ്സുകാരനാണ്, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല, എല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് ശശി തരൂർ പറഞ്ഞു. ആ പറച്ചിലൊക്കെ കഴിഞ്ഞ് പിന്നീട് ഇവിടെ രാഹുൽ ഗാന്ധി വരുന്നു, മറൈൻ ഡ്രൈവിൽ മഹാപഞ്ചായത്ത് നടക്കുന്നു. ആ മഹാപഞ്ചായത്തിലെ രാഹുൽ ഗാന്ധി അവഗണിച്ചു എന്ന് പറയുന്നു, തന്നോട് സംസാരിച്ചില്ല, തന്നെ അവഗണിച്ചു എന്ന് ശശി തരൂരിന് അങ്ങനെ ഒരു പിണക്കമുണ്ടായി. അതിന് പിന്നാലെയാണ് ഈ CPMലേക്ക് ശശി തരൂർ പോകുന്നു എന്ന വാർത്ത വന്നത്.
ഞാൻ എപ്പോഴും ഹർഷന് വിശ്വസിക്കുന്നത് ഈ CPM-ലേക്ക് ശശി തരൂർ പോകുന്നു എന്ന് പറയുന്ന വാർത്ത ഉണ്ടാക്കിയ തരൂർ അനുകൂലികൾ തന്നെയാണെന്നാണ്. അല്ലാതെ അവിടെ ഒരു ചർച്ച അതെ ഇടതു മുന്നണിയിലേക്ക് ക്ഷമിക്കണം. അപ്പം ഇടതു മുന്നണിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത ഉണ്ടാക്കിയത് അത് തരൂർ അനുകൂലികൾ തന്നെ അവരുണ്ടാക്കിയ ഒരു വാർത്തയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ലാതെ അവിടെ ഇടതു മുന്നണി ഒരു ചർച്ച നടന്നു എന്നോ അതല്ലെങ്കിൽ തരൂരിനെ ആരെങ്കിലും ക്ഷണിച്ചെന്നോ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനൊക്കെ ഈ വാർത്തകളൊക്കെ പ്രചരിച്ച ഇപ്പം ഞാൻ പറയും ഇപ്പം ഞാൻ വേറൊരു ചാനലിലേക്ക് പോവുകയാണോ എന്ന് തുടങ്ങി വാർത്തകൾ വന്നിട്ട് അതിൻ്റെ ഒരാളിനോട് പോയി ചോദിച്ചാൽ ഇങ്ങനെ ഒരു വാർത്ത നടക്കുന്നുണ്ടല്ലോ, ചിലപ്പം വന്നേക്കാം, ചിലപ്പം വരാതിരിക്കാം, അല്ലേ? അത് സ്വാഭാവികമാണ്. അങ്ങനെ വന്ന പ്രതികരണങ്ങളാട്ടെ എനിക്ക് പിന്നീട് ഈ മുന്നണി നേതാക്കളിൽ നിന്ന് ഒരു പ്രതികരണത്തെ കാണാൻ കഴിയുന്നുള്ളൂ. ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച തരൂരിൻ്റെ ആൾക്കാർ തന്നെ എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇപ്പം ആൾക്കാർക്ക് എല്ലാം അറിയാം എന്തൊക്കെയാണ് നടന്നതെന്നുള്ള കാര്യം. സമയപരിമിതി കൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ പറയുന്നത് നമ്മളൊരു പാർട്ടിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോഴത്തേനും അതിനെ നമ്മൾ കുറച്ചൊക്കെ അതിനൊരു വില കൽപ്പിക്കണം. അവർ പറയുന്ന ഒരു സംഘടന മാത്രമല്ല ഇത്രയും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണല്ലോ. ഈ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മാത്രമല്ല തരൂരിനെ കഴിഞ്ഞ കുറച്ച് നാളത്ത് മലയാളം മാധ്യമങ്ങളോടൊരു പിണക്കമുണ്ട്. മലയാളം മാധ്യമങ്ങൾ ചോദിച്ചാൽ പ്രതികരിക്കത്തില്ല. പുള്ളി ANIക്കും PTIക്കും ഒക്കെ മാത്രമേ ബൈറ്റ് കൊടുക്കുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ട്. NDTVക്കും ടൈംസ് ഓഫ് ഇന്ത്യക്കും ഒക്കെ പുള്ളി പ്രതികരിക്കുള്ളൂ. ചില യൂട്യൂബ് ചാനലുകൾ അതെ മലയാളം ചാനലുകളോടോ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളോടൊന്നും അങ്ങനെ പ്രതികരിക്കാനൊന്നും ശശി തരൂർ സമ്മതിച്ച് കൂട്ടാക്കിയിട്ടില്ല. ഇപ്പൊ എന്താണെങ്കിലും ഈ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കെ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയത് വളരെ നല്ല കാര്യം. ഇത് എത്ര നാൾ തുടരും എന്നുള്ളതേ ഉള്ളൂ സംശയം. എനിക്കതിനകത്ത് മഹാപഞ്ചായത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിനെ പരിഗണിക്കാമായിരുന്നു. കാരണം അദ്ദേഹം ലക്ഷ്യ 2025 വന്നിട്ട് അദ്ദേഹം അവിടെ അദ്ദേഹം എന്താണ് കോൺഗ്രസിനോടുള്ള വിധേയത്വം തന്നെയാണല്ലോ പറഞ്ഞത്. പക്ഷേ ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സീറ്റ് അറേഞ്ച്മെൻറ്റിൽ പ്രശ്നമുണ്ട്. പ്രോട്ടോകോൾ പാലിക്കാതെ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നു, അദ്ദേഹത്തെ രാഹുൽ ഗാന്ധി മൈൻഡ് ചെയ്യാതിരിക്കുന്നു എന്നൊക്കെയുള്ളതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ആ ദിവസം മറ്റു പലതുമൊക്കെ ചർച്ചയായി. കെ സുധാകരനെ മാറ്റി ഇരുത്തിയിട്ട് അവിടത്തേക്ക് സണ്ണി ജോസഫിനെ കൊണ്ടിരുത്തി എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെതായിരുന്നു. ഇദ്ദേഹത്തെ ആദ്യം മുതൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞു മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ മറ്റൊരു തരത്തിലാണ് അദ്ദേഹം അവതരിപ്പിക്കുക. രാജ്യ താല്പര്യം, സംസ്ഥാന താല്പര്യം, പിന്നെ പാർട്ടി താല്പര്യം എന്ന മട്ടിലാണ് അദ്ദേഹം അവതരിപ്പിക്കുക. അതിനകത്താണ് കോൺഗ്രസിനൊരു പ്രശ്നമുള്ളത്. ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തെ കുറിച്ച് CPM-നെ അദ്ദേഹം എതിർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്രമ രാഷ്ട്രീയം എന്ന് പറയും. അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു സമയം എന്നൊക്കെ പറയും. അത്തരം കൊലപാതകങ്ങളുടെ ഒരു സമയം കഴിഞ്ഞു. അത്തരം ഒരു അത് നിരന്തരം CPM-നെതിരെ നേരിട്ട് ആരോപിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ കൊലപാതകങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കോൺഗ്രസ്സുകാർ CPM-കാരെ കൊന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വാദമൊന്നും നിലനിൽക്കില്ല. അതിനപ്പുറത്ത് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഏതാണ്ട് സഹകരണമാണ് പറയുക. അതായത് സംസ്ഥാനത്തിൻ്റെ വികസനം ഗംഭീരമാണല്ലോ, ഇൻഫ്രാസ്ട്രക്ചർ വികസനം ഗംഭീരമാണല്ലോ എന്ന് പറയും. ഇത് കോൺഗ്രസ്സുകാർക്ക് സ്വാഭാവികമായിട്ടും അസ്വസ്ഥതയുണ്ടാക്കും. അപ്പുറത്ത് ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ശക്തമായി രാജ്യം പ്രതികരിക്കേണ്ടതുണ്ട്, ആ രീതിയിൽ ഞാൻ രാജ്യത്തിന് വേണ്ടി വാദിക്കും എന്നൊക്കെ പറയുമ്പോഴും ഈ പ്രശ്നങ്ങൾ വരും. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്താണ് അത് പറയുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. പിന്നെ കോൺഗ്രസ്സുകാർ പറയുമ്പോൾ ഇതൊരു ജനാധിപത്യ പാർട്ടിയാണല്ലോ, അപ്പോൾ കുറച്ചൊക്കെ തുറന്നു പറയാനുള്ള അവസരം കൊടുക്കണം എന്നുള്ളത് അങ്ങനെയും അംഗീകരിക്കാം. ശശി തരൂരിൻ്റെ മുതിർന്ന നേതാവ് കോൺഗ്രസ് പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുന്നത് അടുത്ത കാലത്ത് ഒരു പുതുമയല്ലാതെ മാറിയിരിക്കുകയായിരുന്നു. 3ാം മോദി സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ സ്വന്തം പാർട്ടിയെയും നേതൃത്വത്തെയും പ്രതിസന്ധിയിലാക്കും വിധമുള്ള നിലപാട് പലപ്പോഴായി സ്വീകരിക്കുകയും പ്രകടമാക്കുകയും ചെയ്തയാളാണ് തരൂർ. പാർട്ടിയുടെ ദേശീയ മുഖം കൂടിയായ നേതാവിനെതിരെ കടുത്ത നടപടി എന്തെങ്കിലും സ്വീകരിച്ചാൽ മറുകണ്ഠം ചാടി നാണം കെടുത്തുമോ എന്ന പേടിയും കോൺഗ്രസ് പേടിയുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് കാര്യമായി അനങ്ങാതിരുന്നത്. ഇപ്പോഴത്തെ ഈ കോംപ്രമൈസ് നീണ്ടു നിന്നാൽ മോദി സർക്കാരിനെതിരായ പോരാട്ടത്തിനിടയിലെ ഏറ്റവും വലിയ വിലങ്ങ് തടികളിലൊന്നും മറികടക്കാനായി എന്നതാകും തൽക്കാലം കോൺഗ്രസിന്റെ ആശ്വാസം. RDCയുടെ പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.